നമസ്കാരം. പഠനം, അച്ചടക്കം, ശുചിത്വം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകി വൈവിധ്യം കൊണ്ടും പുതുമ കൊണ്ടും സമ്പന്നമായ 2025-26 അധ്യയന വർഷത്തിലെ പ്രവർത്തന സഞ്ചയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പാഠ്യേതര പ്രവർത്തന മികവിലൂടെ ഹരിതവും സുന്ദരവും സന്തുഷ്ടവുമായ ഒരു അധ്യയന വർഷം കൂടി പിന്നിട്ടിരിക്കുന്നു. മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും കൂട്ടായ്മയിൽ സമ്പന്നമായിരുന്നു ഈ അധ്യയന വർഷം. ഹിമാഷ് എഴുതിയ സ്കൂളിൻ്റെ സ്വന്തം പ്രവേശനോത്സവ ഗാനമായ ഹരിതശോഭയിൽ ഒരു പൂക്കാലം എന്ന ഗാനത്തോടു കൂടിയാണ് കുട്ടികളെ വരവേറ്റത്. ഹരിതശോഭയിൽ ഒരു പൂക്കാലം. പ്രവേശനോത്സവത്തിന്റെ മറ്റൊരു ആകർഷകത നമ്മുടെ 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ എഴുത്തുപൂക്കൾ എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനമായിരുന്നു. യുറീക്ക പത്രാധിപർ ശ്രീ CM മുരളീധരനാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. LSS USS നേടിയ 30 കുട്ടികളെ ഈ അവസരത്തിൽ സ്കൂൾ മാനേജർ ശ്രീ TM നാരായണൻ ആദരിച്ചു. നമ്മുടെ വിദ്യാലയത്തിൽ ആദ്യമായി 800-ൽ പരം കുട്ടികൾ ആയി എന്നത് ഇത്തവണത്തെ പ്രവേശനോത്സവ പരിപാടികളുടെ മാറ്റുകൂട്ടി. സ്കൂളിൻ്റെ തനതു പ്രവർത്തനങ്ങളായ സുപ്രഭാതം, തെളിമ ഡയറി, ഉയരെ എന്നിവ വളരെ ആവേശത്തോടു കൂടിയാണ് ഏവരും ഏറ്റെടുത്തത്. സുപ്രഭാതം പരിപാടിയിൽ പങ്കാളികളായ ഏവരെയും ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. തെളിമ ഡയറി കുറേ പേർ മികച്ച രീതിയിൽ തയ്യാറാക്കിയെങ്കിലും കുറേ പേർ വേണ്ടത്ര ഗൗരവം നൽകാത്തത് പ്രയാസമുണ്ടാക്കി. മികവ് തെളിയിച്ചവർക്കുള്ള അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ജൂൺ മുതൽ മാർച്ച് വരെ അത്യന്തം ആവേശത്തോടു കൂടി നടന്ന ഉയരെ പൊതുവിജ്ഞാന പരിപോഷണ പരിപാടി അത്യന്തം വാശിയേറിയ മത്സരമാണ് കാഴ്ചവെച്ചത്. മക്കൾക്കും അവരെ അതിനായി ഒരുക്കിയ രക്ഷിതാക്കൾക്കും അഭിനന്ദനങ്ങൾ. അന്തിമ വിജയികളായി ഷികേഷ് നായർ KP, അമേയ, അദീത R എന്നിവർ UP ക്ലാസ്സിൽ നിന്നും, ഭദ്രാഹരി, ദേവഹർഷ്, അലൻ കൃഷ്ണ എന്നിവർ 3-4 ക്ലാസ്സിൽ നിന്നും, ഋഷഭ് ജ്യോതി, ഋദ്വിൻ ചന്ദ്, ഫാത്തിമ ഷെൻസ എന്നിവർ 1-2 ക്ലാസ്സിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു. വിജയികൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന എല്ലാ മേളകളിലും മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നമ്മുടെ വിദ്യാലയത്തിലെ അമേയ K പ്രദീപ്, സിദ്ധാർത്ഥ് ശങ്കർ, ശ്രിയാൻ എന്നിവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഉപജില്ലാ സംസ്കൃതോത്സവത്തിൽ ഓവറോൾ 3-ാം സ്ഥാനം നേടാൻ നമുക്ക് കഴിഞ്ഞു. ജില്ലാ ഗാന്ധി ദർശൻ കലോത്സവത്തിൽ അദീത R, ധ്യാന സുധീഷ് എന്നിവർ 1-ാം സ്ഥാനത്തിന് അർഹരായി. ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അമേയ K പ്രദീപ് മലയാള കവിതാ രചനയിലും അർച്ചന K സംസ്കൃതം കഥാകഥനത്തിലും A ഗ്രേഡിന് അർഹത നേടി. സംസ്ഥാന LP സംസ്കൃതം കലാമേളയിൽ ഭദ്രാഹരി, നേഹ R എന്നിവർ A ഗ്രേഡ് നേടുകയുണ്ടായി. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ സ്റ്റെപ്സ് പരീക്ഷയിൽ മിത്ര രതീഷും ന്യൂമാത്സ് പരീക്ഷയിൽ തനയ് പവനും ജില്ലാ തലത്തിലേക്ക് യോഗ്യത നേടി. ഉപജില്ലാ കിഡ്ഡീസ് വിഭാഗം കായികമേളയിൽ നിവിൻ ശ്രീധർ, മേധാലക്ഷ്മി എന്നിവർ സമ്മാനാർഹരായി. കൂടാതെ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അദീത R, നിവിൻ ശ്രീധർ, കീർത്തന, നിസർഗ, അർച്ചന, സിയ MC, അമർ NP, പാർവണ, അമേയ K പ്രദീപ് എന്നിവർ 1, 2, 3 സ്ഥാനങ്ങൾ നേടുകയുണ്ടായി. നമ്മുടെ വിദ്യാലയം അവതരിപ്പിച്ച റഹീമിൻ്റെ കടൽ എന്ന നാടകത്തിലൂടെ ആദിദേവ് മികച്ച നടനായും ഏഞ്ചൽ മികച്ച നടിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ വർഷം നമുക്കൊരു ഗ്രൗണ്ട് കൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. കുഞ്ഞു കുട്ടികൾക്കായുള്ള കിഡ്ഡീസ് പ്ലേ ഗ്രൗണ്ടിൻ്റെ ഉദ്ഘാടനം പള്ളിക്കുന്ന് MLA ശ്രീ അബ്ദുൾ ഹമീദ് മാസ്റ്റർ നിർവഹിച്ചു. ഫുട്ബോൾ, ഷട്ടിൽ, ക്രിക്കറ്റ്, ബാസ്കറ്റ്ബോൾ എന്നിവയ്ക്കായുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് പ്രോജക്റ്റിൻ്റെ ഭാഗമായി കോഴിക്കോട് സർവകലാശാല ഏറ്റെടുത്ത് നടത്തുന്ന കായിക സാക്ഷരതാ പദ്ധതിയിൽ നമ്മുടെ വിദ്യാലയത്തെ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. 1ാം ക്ലാസ്സിലെ കുട്ടികൾക്കായി 4 വർഷത്തേക്കുള്ള ഈ പദ്ധതിയുടെ ഉദ്ഘാടനം കോഴിക്കോട് സർവകലാശാല കായിക വിഭാഗം തലവൻ ഡോക്ടർ VP സക്കീർ ഹുസൈൻ നിർവഹിക്കുകയുണ്ടായി. ഈ വർഷത്തെ ഫുട്ബോൾ പരിശീലന ക്യാമ്പ് സെപ്റ്റംബർ മാസത്തിൽ തന്നെ ആരംഭിച്ചു. 4ാം ക്ലാസ് മുതലുള്ള 118 കുട്ടികൾ ഇതിൽ പങ്കെടുത്ത് ഫുട്ബോളിൻ്റെ ബാലപാഠങ്ങൾ കരസ്ഥമാക്കി. 118 കുട്ടികളെയും പങ്കെടുപ്പിച്ച് നടത്തിയ ഫുട്ബോൾ ടൂർണമെൻറ്റ് പുതുമയുള്ള അനുഭവമായി തീർന്നു.
ഇതിനായി സമർപ്പണ മനോഭാവത്തോടെ പ്രയത്നിച്ച ഫുട്ബോൾ കോച്ച് ശ്രീ TP മൊയ്തീൻ അവർകളെ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഈ മുഴുവൻ കുട്ടികൾക്കുമുള്ള ജേഴ്സി സമ്മാനിച്ചത് ചേളാരി ബിൽഡിംഗ് ഡിസൈനേഴ്സ് എന്ന സ്ഥാപനമാണ്. കൂടാതെ നമ്മുടെ ഉയരെ എന്ന പദ്ധതിക്കുള്ള സമ്മാനങ്ങളും എല്ലാ വർഷവും സ്പോൺസർ ചെയ്തു തരുന്ന ബിൽഡിംഗ് ഡിസൈനേഴ്സ് MD ശ്രീ KV മുരളീധരനെയും ഈ അവസരത്തിൽ ആദരവോടെ സ്മരിക്കുന്നു. ശനിയാഴ്ചകളിൽ നടന്നുവരുന്ന ക്രിക്കറ്റ് പരിശീലന ക്യാമ്പിന് കോഴിക്കോട് സർവകലാശാല കായിക വിദ്യാർത്ഥി ദിൽഷാദ് നേതൃത്വം നൽകി വരുന്നു. പഠന പിന്തുണ പ്രത്യേകം ആവശ്യമുള്ള കുട്ടികളെ പരിഗണിച്ചുകൊണ്ടുള്ള നിരന്തരമായ പ്രവർത്തനങ്ങളാണ് മാധുര്യമേറിയ കൽക്കണ്ടം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. ബഹുമാനപ്പെട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി ഷർമിളി ടീച്ചർ ഉദ്ഘാടനം ചെയ്ത കൽക്കണ്ടം പദ്ധതിയിൽ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും പ്രത്യേകം ക്ലാസുകളും പരിശീലന പരിപാടികൾ, മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ, പരിഹാരബോധന പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി മോട്ടിവേഷൻ സ്പീക്കറും കുട്ടികളുടെ മനഃശാസ്ത്ര കൗൺസിലറുമായ ശ്രീ സുരേഷ് കുമാർ രാമനാട്ടുകര നയിച്ച എൻ്റെ കുട്ടി എന്ന ക്ലാസ് ഏറെ ഉപകാരപ്രദമായിരുന്നു. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ സംസ്കൃത സ്കോളർഷിപ്പ് പരീക്ഷ എഴുതിയ 14 പേരും മികച്ച വിജയം നേടി 100% വിജയത്തിന് വിദ്യാലയത്തെ അർഹമാക്കി. ഇഷാൻ ബി, സായി കൃഷ്ണ, ദക്ഷിത് കൃഷ്ണ, ഇഷാനി, നേഹ, ആദിദേവ്, ഭദ്രഹരി, ദേവഹർഷ്, അദീത, നീരവ്, അമർ, തനയ് പവൻ, അർച്ചന, പാർവണ എന്നിവരാണ് ആ പ്രതിഭകൾ. അദീത, ദേവഹർഷ് എന്നിവർ 1-ാം റാങ്കിനും ഇഷാൻ ബി എന്നിവർ 2-3 റാങ്കിനും അർഹത നേടി. അല്ലാമ ഇക്ബാൽ ഉറുദു ടാലന്റ് പരീക്ഷയിൽ മിസന്ന നസീം, സിയ ഫാത്തിമ, ഹാദി അമൻ എന്നിവർ സംസ്ഥാനതല വിജയികളായി. ആലിഫ് അറബി ടാലന്റ് പരീക്ഷയിൽ ആയിഷ ഹനീൻ പങ്കെടുത്ത് ഉന്നത വിജയത്തിന് അർഹയായി. എല്ലാ പ്രതിഭകൾക്കും അഭിനന്ദനങ്ങൾ. ഹിന്ദി സുഗമ പരീക്ഷയിൽ വിദ്യാലയത്തിലെ 120 കുട്ടികൾ പങ്കെടുത്തു. ഹിന്ദി അധ്യാപക മഞ്ച് സംഘടിപ്പിച്ച പ്രതിഭാ പുരസ്കാർ പരീക്ഷയിൽ അവന്തിക, CIMC, ഋഷികേഷ് നായർ KP എന്നിവർ പങ്കെടുത്തു. ഈ വർഷം വിദ്യാലയത്തിലെ 41 പ്രതിഭകൾ UP കിഡ്സ് സ്കോളർഷിപ്പും 39 പ്രതിഭകൾ LP കിഡ്സ് സ്കോളർഷിപ്പ് പരീക്ഷയും എഴുതുകയുണ്ടായി. നിരന്തര പരിശീലന പരിപാടിയിലൂടെ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച ഇവർക്കെല്ലാവർക്കും സ്കോളർഷിപ്പ് നേടാനാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. വിദ്യാലയത്തിലെ വിവിധ ക്ലബ്ബുകൾ മികവാർന്ന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. വിവിധ ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട് ക്ലബ്ബുകൾ മികവാർന്ന മത്സരങ്ങളും പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദി ഉപജില്ലാ ശില്പശാലയിൽ വിദ്യാലയത്തിൽ നിന്നും 9 കുട്ടികൾ പങ്കെടുത്തു. പരിസ്ഥിതി ക്ലബ്ബ് നടത്തിയ ഞാറ്റുവേല പ്രകൃതി പഠന ക്യാമ്പ്, സയൻസ് ക്ലബിൻ്റെ ശാസ്ത്ര ശില്പശാല എന്നിവ വേറിട്ട അനുഭവമായി മാറി. കുട്ടികളിൽ സേവന മനസ്കതയും അച്ചടക്കവും വളർത്തുന്നതിന് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. ഡിസംബറിൽ സ്കൗട്ട് അംഗങ്ങൾക്കായി നടത്തിയ നവനിർമ്മാൺ ക്യാമ്പിൽ നിരവധി സാമൂഹ്യ സേവന പരിപാടികൾ സംഘടിപ്പിക്കാനായി. നമ്മുടെ വിദ്യാലയത്തിലെ 7 സ്കൗട്ടും 10 ഗൈഡ്സും ദ്വിതീയ സോപാൻ പരീക്ഷ വിജയിക്കുകയുണ്ടായി. ക്യാമ്പിൻ്റെ ഭാഗമായി ഇല്ലത്തെ അംഗനവാടിയിലേക്ക് കളിപ്പാട്ടങ്ങൾ നൽകുന്ന സ്നേഹസമ്മാനം പരിപാടി വേറിട്ട അനുഭവമായി. കൂടാതെ സ്കൂൾ പച്ചക്കറിത്തോട്ട നിർമ്മാണം, പൊതുസ്ഥല ശുചീകരണം എന്നിവയും നടന്നു. പച്ചക്കറി വിത്ത് വാർഡ് മെമ്പർ ശ്രീമതി അംബിക ഗോപാലൻ കൈമാറി. ശാസ്ത്ര പരീക്ഷണങ്ങളും ശാസ്ത്ര മാജിക്കുകളും LED ബൾബ് നിർമ്മാണവും ശാസ്ത്ര ക്യാമ്പിൽ വിജയകരമായി നടന്നു. പരിസ്ഥിതി ക്യാമ്പിൽ പ്രകൃതി പഠനയാത്രയും ഔഷധക്കഞ്ഞി, പത്തിലക്കറി, പഴയകാല അറിവുകൾ പങ്കുവെക്കൽ എന്നിവ കുട്ടികൾക്ക് ഹൃദ്യമായ അനുഭവമായി മാറി. നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ കുട്ടികൾക്കായി നടത്തിയ ശില്പശാലയ്ക്ക് കലാഭവൻ മണി പുരസ്കാര ജേതാവും നമ്മുടെ രക്ഷിതാവുമായ റിജു ഗോത്ര നേതൃത്വം നൽകി. അതേ ദിവസം തന്നെ മാലിന്യമുക്ത നാട് എന്ന വിഷയത്തിൽ നടത്തിയ നിറക്കൂട്ട് പെയിന്റിംഗ് മത്സരം ചിത്രകാരൻ ഷാജി ചേളാരി ഉദ്ഘാടനം ചെയ്തു. ജൂൺ 19 വായനാ ദിനത്തിൽ നടത്തിയ അക്ഷരപ്പച്ച പുസ്തകവണ്ടിയുടെ ഉദ്ഘാടനം BRC ട്രെയിനർ ശ്രീ റിയോൺ ആന്റണി നിർവഹിച്ചു. വലിയ പെരുന്നാൾ, സ്വാതന്ത്ര്യദിനം, ഓണാഘോഷം, ക്രിസ്തുമസ് എന്നിവ പുതുമയാർന്ന മത്സരങ്ങൾ കൊണ്ടും വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ടും സമ്പന്നമായിരുന്നു. ശിശുദിനത്തിൽ നടത്തിയ പ്രീ പ്രൈമറി കലോത്സവം ഏറെ ശ്രദ്ധേയമായി. കലോത്സവ വിജയികളെ ഉപജില്ലാ പ്രീ പ്രൈമറി കലോത്സവത്തിൽ പങ്കെടുപ്പിക്കുകയുണ്ടായി. ഇവർക്കായി നടത്തിയ നെക്സ്റ്റ് 10 സ്കോളർഷിപ്പ് പരീക്ഷയിൽ വിദ്യാലയത്തിലെ 104 കുട്ടികളും എഴുതുകയും എല്ലാവരും സ്കോളർഷിപ്പിന് അർഹത നേടുകയും ചെയ്തു. കേരള സർക്കാർ
സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന സൗജന്യ മാപ്പിള കലാ പഠന പരിപാടിയിൽ കലാകാരൻ അഫ്സൽ കരിപ്പൂർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. കുട്ടികളുടെയും അധ്യാപകരുടെയും സഹായത്താൽ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. വിവിധ പാലിയേറ്റീവ് സൊസൈറ്റികൾക്കും അഫ്നാൻ, ശ്രീജിത്ത് കാളനാരി എന്നിവർക്കും ധനസഹായം നൽകാനായി കോഹിനൂരിലെ മിറാക്കിൾ ഷെൽട്ടർ ഹോം സന്ദർശിച്ച് സഹായം നൽകി. സ്കൂളിലെത്തി വ്യത്യസ്തമായ പ്രകടനം കാഴ്ചവെച്ച സർക്കസ് സംഘത്തിനും സാമ്പത്തിക സഹായം നൽകാനായി 6-7 ക്ലാസ്സിലെ കുട്ടികൾക്കായി കൊടൈക്കനാലിലേക്കും 1 മുതൽ 5 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കായി നിലമ്പൂരിലേക്കും പഠനയാത്ര സംഘടിപ്പിച്ചു. പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കും പഠനയാത്ര നടത്താൻ കഴിഞ്ഞു. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തി വിവിധ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ നിന്നും മന്ത്രിമാരെ തിരഞ്ഞെടുത്തു. 7C മുഹമ്മദ് ഷാമിൽ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആ സ്ഥലത്തിൽ പഠനോത്സവം ഭംഗിയായി നടത്തി. അതിലെ വിജയികൾ സ്കൂൾ തലത്തിലും പഠന മികവ് അവതരിപ്പിച്ചു. ക്യാരംസ്, ചെസ് ടൂർണമെന്റ് നടത്തി വിജയികളെ കണ്ടെത്തി. സ്കൂൾ പരിസരം പറമ്പത്തുകാവ്, ആലുങ്ങൽ, കടക്കാട്ടുപാറ, ചുള്ളോട്ടുപറമ്പ് എന്നിങ്ങനെ 5 കേന്ദ്രങ്ങളിലായി കോർണർ PTA നടത്തി. ധാരാളം രക്ഷിതാക്കളും കുട്ടികളും പങ്കെടുത്തു. കൂടാതെ സമീപ പ്രദേശത്തെ അംഗനവാടികൾക്കായി വിവിധ മത്സരങ്ങൾ നടത്തി സമ്മാനം നൽകി വരുന്നു. 1-ാം ക്ലാസ്സിലെ കുട്ടികളുടെ മലയാള ഭാഷാ രചനകൾ ഉൾപ്പെടുത്തിയ മൊഴികിലുക്കം സമാഹാരങ്ങളുടെ പ്രകാശനം പ്രശസ്ത സാഹിത്യകാരി രശ്മി നീലാംബരി നിർവഹിച്ചു. 1-ാം ക്ലാസ്സുകാർ ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ സ്വന്തം രചനകളായ മൈ ലിറ്റിൽ തോട്ട്സിന്റെ പ്രകാശനവും ഈ അവസരത്തിൽ നടന്നു. റിപ്പബ്ലിക് ദിനത്തിൽ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നടത്തിയ പട്ടം പറത്തൽ പുതുമയാർന്ന അനുഭവമായി മാറി. മലപ്പുറം ജില്ലാ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശ്രീ ഷിനീഷ് പട്ടം പറത്തിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് അഭിനയിച്ച ആകാശങ്ങളില്ലാത്ത പട്ടം എന്ന ഷോർട്ട് ഫിലിം നാടകപ്രവർത്തകനായ ജയൻ കടക്കാട്ടുപാറ പ്രകാശനം ചെയ്തു. നിരവധി ഫിലിം അവാർഡുകൾ നേടിയ 2-ാം ക്ലാസ്സുകാരിയായ ആത്മിക സി ആയിരുന്നു ഇതിലെ കേന്ദ്ര കഥാപാത്രം. ഉച്ചഭക്ഷണം പാഴാക്കരുത് എന്ന തിരിച്ചറിവിലൂടെ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം ചിത്രീകരിക്കുന്ന സ്നേഹസമ്മാനം എന്ന ഷോർട്ട് ഫിലിമും കുട്ടികൾക്കായി തയ്യാറാക്കി. ഗാന്ധി ജയന്തി ദിനത്തിൽ പാവനാടക സംഘം വിവിധ അങ്ങാടികളിൽ ലഹരി വിരുദ്ധ പാവനാടകം അവതരിപ്പിച്ച് ഏറെ ശ്രദ്ധ നേടി. JCI വള്ളിക്കുന്ന് ഘടകവുമായി ചേർന്ന് നടത്തിയ പരിപാടി ജില്ലാ വിമുക്തി മിഷൻ ഓഫീസർ ശ്രീ ബിജു പാറോൽ ക്ലാസ് നയിച്ചു. പരിസ്ഥിതി ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി നടത്തിയ അവകാശികൾ എന്ന നാടകയാത്ര പുത്തൻ അനുഭവമായി മാറി. സ്കൂളിലെ യോഗ ക്ലാസിൻ്റെ ഉദ്ഘാടനം വിജയദശമി നാളിൽ യോഗാചാര്യൻ സുരേന്ദ്രനാഥ് ജി നിർവഹിച്ചു. ബാലാമണിയമ്മ ദിനത്തിൽ കവിതാലാപന മത്സരം നടത്തി വിജയികളെ കണ്ടെത്തി. അറബിക് ദിനം, ഹിന്ദി ദിനം, സംസ്കൃത ദിനം, ഉറുദു ദിനം, ഇംഗ്ലീഷ് ഡേ എന്നിവ വിവിധ മത്സരങ്ങളാലും പ്രവർത്തനങ്ങളാലും സംഘടിപ്പിച്ചു. പരിസ്ഥിതി ദിനത്തിൽ ഗ്രീൻലാൻഡ് എന്ന പരിസ്ഥിതി സംഘടനയുടെ നേതൃത്വത്തിൽ UP ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും ചകിരിക്കൂടിൽ വൃക്ഷത്തൈ വിതരണം ചെയ്തു. സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഹിരോഷിമ ദിനത്തിൽ ലഹരി വിരുദ്ധ സന്ദേശ റാലി, കൂട്ടചിത്രം വര, സഡാക്കോ കൊക്ക് നിർമ്മാണം എന്നിവ സംഘടിപ്പിച്ചു. സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും PTA ഭാരവാഹികളുടെ നിറസാന്നിധ്യം ഏറെ പ്രശംസനീയമാണ്. കൂടാതെ മാതൃസമിതി തയ്യാറാക്കുന്ന റാഗി ലഡു, മറ്റ് വിവിധ ഉൽപ്പന്നങ്ങൾ എന്നിവയും ഏറെ ശ്രദ്ധേയമാണ്. പ്രിയപ്പെട്ടവരെ, ഏറെ ശ്രദ്ധേയമായ ഒരു അധ്യയന വർഷമാണ് കടന്നുപോയത്. മുൻ വർഷങ്ങളിലെ പോലെ തന്നെ മികവാർന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്താൻ ഈ വർഷവും നമുക്ക് സാധിച്ചു. ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന കുട്ടികളുടെ എണ്ണം വിദ്യാലയത്തിൻ്റെ പ്രവർത്തന മികവിന് ഉദാഹരണമാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ സഹായവും നൽകി എപ്പോഴും കൂടെ നിൽക്കുന്ന സ്കൂൾ മാനേജർ ശ്രീ TM നാരായണൻ അവരുടെ പ്രവർത്തനങ്ങൾ പുതിയ ഊർജമായി മാറുന്നു. കൂടാതെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന പ്രധാന അധ്യാപകൻ ശ്രീ ശശിഭൂഷൺ മാഷും പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകരും എല്ലാ പ്രവർത്തനങ്ങളും നിറഞ്ഞ മനസ്സോടെ ഏറ്റെടുക്കുന്ന രക്ഷിതാക്കളും കുട്ടികളും തന്നെയാണ് വിദ്യാലയത്തിൻ്റെ വിജയം. ഇനി കൂടുതൽ മികവോടെ ഒന്നിച്ചു ചേർന്ന് വിജയത്തിൻ്റെ പുത്തൻ കാവ്യം രചിക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ.